1/1/2025 39 വയസ്സ് കഴിയാത്ത അധ്യാപകരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം 15 വരെയാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം ITDPക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇപ്പോൾ തൊഴിലവസരം. CBSE സിലബസ് ഫോളോ ചെയ്യുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലാണ് ഇപ്പോൾ അധ്യാപകർക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ അല്ലെങ്കിൽ PGT, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അല്ലെങ്കിൽ TGT, പ്രൈമറി ടീച്ചേഴ്സ്, ഇങ്ങനെ 3 വിഭാഗത്തിലായാണ് ഇപ്പോൾ ഒഴിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 62 അധ്യാപകർക്കുള്ള ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വർഷവും കരാറടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവിടെ അധ്യാപകരെ നിയമിക്കുക. PGT, TGT, പ്രൈമറി അധ്യാപകരുടെ നിലവിൽ എത്ര ഒഴിവുകൾ ഉണ്ടെന്നും ഏതൊക്കെ വിഷയങ്ങൾക്കാണ് അധ്യാപകരെ ആവശ്യമെന്നും പറയാം. PGTക്ക് നിലവിൽ 10 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ഞാറനീലി സ്കൂളിലെ ഒഴിവ് നോക്കാം. ഞാറനീലി സ്കൂൾ എന്നുള്ളത് തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് നിന്നും ഞാറനീലിയിലേക്കുള്ള വഴി, അതായത് ഞാറനീലി എന്നുള്ള വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലമുണ്ട്. പൊന്മുടിയുടെ മടിത്തട്ടിലായി കാണപ്പെടുന്ന സ്ഥലമാണ് ഞാറനീലി. അവിടെയുള്ള സ്കൂളാണ് ഡോക്ടർ AVN CBSE MRS സ്കൂൾ. അതാണ് ഞാറനീലി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിലവിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഒരു അധ്യാപകനെ ആവശ്യമുണ്ട്. പിന്നീട് ഞാറനീലിയിലും കട്ടേല സ്കൂളിലും ആവശ്യമായിട്ട് 2 അധ്യാപകരെയാണ്. അത് താഴെ പറയുന്ന സബ്ജക്റ്റിലുള്ള അധ്യാപകരാണ്. ഫിസിക്സിന് 2 അധ്യാപകർ ആവശ്യമുണ്ട്, ബയോളജിക്ക് 2, മാത്സിന് 2. ഈ 2 എന്നുള്ളത് ഞാറനീലി സ്കൂളിലേക്ക് ഒരെണ്ണവും കട്ടേല സ്കൂളിലേക്ക് ഒരെണ്ണവും എന്ന രീതിയിലാണ്. അടുത്ത TGT ആണ്. TGTക്ക് നിലവിൽ 26 ഒഴിവുകളുണ്ട്. ഇത് ഞാറനീലി, കുറ്റിച്ചൽ എന്നുള്ള 2 സ്കൂളുകളെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇംഗ്ലീഷിന് 4 അധ്യാപക ഒഴിവുണ്ട്. 4 എന്ന് വെച്ചാൽ ഞാറനീലി സ്കൂളിലേക്ക് 2, കുറ്റിച്ചൽ സ്കൂളിലേക്ക് 2. അങ്ങനെ മലയാളത്തിന് 4, ഹിന്ദിക്ക് 4,